മെറ്റന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ആത്മീയ നിയമങ്ങളെക്കുറിച്ചുള്ള മുഖവരിയാണ് പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആദ്യത്തെ ഒരു ആത്മീയ നിയമമായ ദ ലോ ഓഫ് തോട്ട് എന്നാണ്. എന്നുവെച്ചാൽ ചിന്തയുടെ ഒരു നിയമം. ചിന്തയുടെ നിയമം എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കും. ഒന്നുമില്ല, ഒരേ ഒരു കാര്യമുള്ളൂ. സദൃശവാക്യം 23:7. ആസ് എ മാൻ തിങ്കത്ത് ഇൻ ഹിസ് ഹാർട്ട് സോ ഈസ് ഹി. ആസ് എ മാൻ തിങ്കത്ത് ഇൻ ഹിസ് ഹാർട്ട് സോ ഈസ് ഹി. ഒരുവൻ തന്നെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് പോലെ അവൻ ആണ്. ഞാൻ എന്ത് ചിന്തിക്കുന്നു അതാണ് ഞാൻ ആയിത്തീരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങളത് ഏറ്റെടുത്തൊന്ന് ചിന്തിച്ചു നോക്ക്. ഒരു വർഷം, 2 വർഷം, 3 വർഷം, 4 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് 100% ഉറപ്പാണ് നിങ്ങൾ അതുപോലെ ആയിത്തീരും. ഇതാണ് നമ്മളെ ഇതൊരു ജനറൽ പ്രിൻസിപ്പിളാണ്, നോട്ട് ഓൺലി ഫോർ ക്രിസ്ത്യൻ. ഒരുവൻ തന്നെ ഹൃദയത്തിൽ ചിന്തിക്കുന്ന പോലെ. ചിന്തകൾ എന്നൊക്കെ പറയുന്നത് ഇന്നസെൻ്റ് ആണ്, പവർലെസ് ആണ്, ഹാംലെസ് ആണെന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു. നമ്മളങ്ങനെ വിശ്വസിക്കുന്നു. നമ്മൾ ചിന്തിച്ചു, അതിനെക്കുറിച്ച് അത്രയും ഉള്ള സീരിയസ്നെസ് ഒന്നും പലപ്പോഴും അതങ്ങനെ ചിന്തിച്ചു അങ്ങ് പോയി എന്ന് ചിലപ്പോഴും എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്നത് ചിന്തകൾക്കൊരു രൂപാന്തരപ്പെടുത്തുവാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. ചിന്തകൾക്ക് ഒരു രൂപാന്തരപ്പെടുത്തുവാനുള്ള കഴിവുണ്ട്. റോമർ 12:2 പറയുന്നത് ഇങ്ങനെയാണ്: നോട്ട് കൺഫേം ടു ദ പാറ്റേൺസ് ഓഫ് ദ വേൾഡ് ബട്ട് ടു ബി ട്രാൻസ്ഫോം ബൈ ദ റിന്യൂവൽ ഓഫ് മൈ മൈൻഡ്. ഈ ലോകത്തിൻ്റെ അനുരൂപപ്പെടാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം എന്ന് പറഞ്ഞാൽ ബൈബിൾ പ്രകാരം മനസ്സിനെ പുതുക്കുന്നത് മനുഷ്യനെ രൂപാന്തരത്തിലേക്ക് നയിക്കുന്നു. ഒരാളെ മാറ്റണമെങ്കിൽ അവൻ്റെ മനസ്സിനെ പുതുക്കുക, അല്ലെങ്കിൽ അവൻ്റെ ചിന്തകളെ മാറ്റുക. ഈ ലോകത്തിലുള്ള ആളുകൾ എന്തോ പറയുന്നതിന് ഇൻഡോക്ട്രിനേഷൻ, ബ്രെയിൻ വാഷിംഗ് എന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. അയ്യോ, സുവിശേഷം പ്രസംഗിക്കുമ്പോഴും സുവിശേഷത്തിൻ്റെ മഹത്വം പറയുമ്പോഴും നിങ്ങളുടെ മനസ്സുകളെ പുതുക്കിയിട്ട് രൂപാന്തരപ്പെടണം. ഈ മെറ്റനോയ എന്ന് പറയുന്നത് തന്നെ ഹൃദയത്തിൻ്റെ രൂപാന്തരമാണ്. മെറ്റനോയ മിനിസ്ട്രീസ് എന്ന് പറയുന്നത് പോലും ഹൃദയത്തിൻ്റെ രൂപാന്തരമാണ്. അതുകൊണ്ട് ഇന്ന് നമ്മളിത് പറയുമ്പോൾ ആളെന്തോ പറയുന്നത്, അവൻ ധ്യാനത്തിന് പോയി, അല്ലെങ്കിൽ പ്രസംഗം കേൾക്കാൻ പോയി, ക്യാമ്പിന് പോയി, അവൻ്റെ ബ്രെയിൻ വാഷ് ചെയ്തു. ഇതിങ്ങനെ ഒരു ചിന്ത വരുന്നതുകൊണ്ടാണ് ക്രിസ്തീയ സമൂഹത്തിൽ ജഡീക സ്വഭാവമുള്ളവർ കൂടുന്നത്. കാർണൽ ഓർ വേൾഡ്ലി ബിലീവേഴ്സ് അതിന്ന് ക്രിസ്തീയ സമൂഹത്തിൽ ധാരാളമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവർ രക്ഷിക്കപ്പെട്ടു, എന്നാൽ ദൈവവചനപ്രകാരം മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിച്ചില്ല. രക്ഷിക്കപ്പെട്ടു, എന്നാൽ ദൈവവചനപ്രകാരം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടില്ല. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ 12 കാലവും പട്ടിയുടെ വാല് കുഴലിലിട്ടാലും അത് വളഞ്ഞു തന്നെ ഇരിക്കും എന്ന് പറയുന്ന അനുഭവം. There is a long way to go. ദൈവവചനം സഭയിലും വീട്ടിലും പഠിപ്പിച്ചില്ലെങ്കിൽ അവർ കുഞ്ഞായി, ജഡീക മനുഷ്യനായി, കാർണൽ മാനായി ഇരിക്കും. പുറമേ യാതൊരു വ്യത്യാസവും കാണത്തില്ല. അത് മാനിഫെസ്റ്റ് ചെയ്യുന്നില്ല. ആത്മാവിലുള്ള വീണ്ടും ജനനം ശരീരത്തിൽ മാനിഫെസ്റ്റ് ചെയ്യത്തില്ല. മർക്കോസ് 7:15 പുറത്തു നിന്ന് മനുഷ്യൻ്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനെയും അവനെ അശുദ്ധമാക്കാൻ കഴിയുകയില്ല. പുറത്തു നിന്ന് മനുഷ്യൻ്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനെയും അവനെ അശുദ്ധമാക്കാൻ കഴിയുകയില്ല. അവനിൽ നിന്ന് പുറപ്പെടുന്ന അത്രയും മനുഷ്യനെ അശുദ്ധമാക്കുന്നു. ഇത്
കോട്ട് ചെയ്തിട്ട് ഇന്ന് പലരും മദ്യം എടുത്ത് കഴിക്കുന്നത്. മദ്യം കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല, അകത്തോട്ട് ചെന്ന് അശുദ്ധമാകത്തില്ല. അതൊന്നും അല്ല ഇത് ഉദ്ദേശിക്കുന്നത്. എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് അല്ല ഒരു മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. യേശു പറയുന്ന അവൻ്റെ ചിന്തകളാണ് അവനെ നശിപ്പിക്കുന്നത്, അതുപോലെ നല്ലതാക്കുന്നത്. ചിന്തകൾ മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന ഇന്ദ്രിയങ്ങളിലൂടെയാണ്. ചിന്തകൾ മനുഷ്യൻ്റെ മനസ്സിൽ വരുന്നത് ഇന്ദ്രിയങ്ങളിലൂടെയാണ്. പിന്നീട് അത് ഹൃദയത്തിൽ ചെല്ലും, അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഓരോ ആളുകൾക്കും ഓരോ ആശയങ്ങളുണ്ടാകും. ആ തോട്ട് പാറ്റേൺ, അവരുടെ ചിന്തകൾ അവരുടെ ജീവിതശൈലിയെ സ്വാധീനിക്കും. ചില സഭകളിലെ വസ്ത്രധാരണ ശൈലി, പ്രത്യേകിച്ച് വെസ്റ്റേൺ കൺട്രീസിലെ ഇംഗ്ലീഷ് ചർച്ചസിലൊക്കെ, ഇവിടെയുള്ള സഭകളല്ല പറഞ്ഞ്, ഞാൻ വെള്ളയും ഇതൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന കാര്യമല്ല പറയുന്നത്. വെസ്റ്റേൺ കൺട്രീസിൽ ഇംഗ്ലീഷ് ചർച്ചിലൊക്കെ ഷോർട്ട്സും ഹാഫ് നേക്കഡ് ഡ്രസ്സും ഒക്കെ സഭയിൽ നിന്ന് കാണാം, ഇഷ്ടംപോലെ കാണാം. അതെന്താ കാണിക്കുന്നത്? സഭയിൽ ആരാധനയ്ക്ക് വരുമ്പോഴേ, സഭയിൽ കയറി ആരാധനയിൽ നിൽക്കുന്ന ഒരാൾ എന്നുവെച്ചാൽ വർഷിപ്പ് ലീഡർ ഒരു ഹാഫ് നേക്കഡ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് ആരാധനയിൽ പങ്കെടുത്താൽ എന്ത് ചെയ്യും? ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ഫോർണിക്കേഷൻ ആൻഡ് അഡൾട്ടറി എന്നുള്ളൊരു ഞാൻ പരസംഗത്തിനും വ്യഭിചാരത്തിനും ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുള്ള ഒരു ചിന്ത അകത്തേക്ക് കൊടുത്തിട്ട് കാണുന്നവരെ, സഭയിൽ ഇരിക്കുന്നവരെ അശുദ്ധമാക്കി കളയാൻ, ഡിഫെയിൽ ചെയ്യാനായിട്ട് അത് കാരണമാക്കി തരും. ഇതുപോലെ നമ്മുടെ ഭക്ഷണ രീതി, ഭക്ഷണം ഉള്ളിലേക്ക് പോകുന്ന ഒരു പ്രശ്നവുമില്ല. എന്നാൽ ഹൗ മച്ച് വി ഈറ്റ്, എത്ര നമ്മൾ കഴിക്കുന്നു. ഗ്ലൂട്ടണി, ഇറ്റ് ഈസ് നമ്മുടെ സബ്ജക്റ്റ് അല്ലത്, എന്നാലും ഞാൻ പറയുകയാണ്. പല പ്രയർ റിക്വസ്റ്റുകൾ വരുന്നുണ്ട്. കുഞ്ഞുങ്ങൾ ഒരു അമിതമായി തടി വെക്കുന്നു, ഇപ്പോഴേ ഒന്നും കഴിച്ചില്ലെങ്കിലും തടി വെക്കുന്നു. ഗ്ലൂട്ടണി. യേശു പറഞ്ഞു, ഹൃദയം നിറഞ്ഞതല്ലോ വായി പ്രസ്താവിക്കുന്നത്. ലൂക്കോസ് 6:45. ഹൃദയം നിറഞ്ഞതല്ലോ വായി പ്രസ്താവിക്കുന്നത്. സോ പവർ ഓഫ് അവർ തോട്ട് ലൈഫ്, നിങ്ങളുടെ ചിന്തകൾ പ്രകാരം മൂവ് ചെയ്യും, നിങ്ങൾ ആയിത്തീരും. അങ്ങനെ ലൈഫ് സ്റ്റൈൽ ഡിപ്പെൻഡ്സ് ഓൺ യുവർ തോട്ട്. നിങ്ങളുടെ ചിന്തകൾ അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ വരുന്നത്. അതിനാൽ ബൈബിൾ പറയുന്നു, ഹൃദയത്തെ സൂക്ഷിക്കുക, അല്ലെങ്കിൽ പാപത്തിന് അടിമപ്പെടും. സദൃശവാക്യം 4:23 സകല ജാഗ്രതയോടും കൂടി നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ. ജീവന്റെ ഉത്ഭവം ഹൃദയത്തിലാവുകൊണ്ട് ഹൃദയത്തെ നീ സൂക്ഷിക്കുക, അല്ലെങ്കിൽ പാപത്തിൽ അകപ്പെടും. ദാവീദ് ഒരു ദുർനടപ്പുകാരനൊന്നും അല്ലായിരുന്നു. ദാവീദ് ഒരു ദുർനടപ്പുകാരനൊന്നുമല്ല. അവനെ ബത്ശേബ കുളിച്ചൊന്ന് നോക്കിയിരുന്നു, അതിലൊന്ന് രസിച്ചു. അവിടെ ഒരു വിഷം അവൻ്റെ മനസ്സിൽ വന്നു. എന്ത് വിഷമായിരുന്നു? അഡൾട്ടറി. അഡൾട്ടറി ചെയ്യാൻ പ്രേരിപ്പിച്ചു. അതിനോട് ചേർന്ന് ഭർത്താവിനെ കൊന്നു. ഒരു നിമിഷം ചിന്ത മാറിപ്പോയാൽ ചില വൃത്തികെട്ട പ്രവൃത്തികളിലേക്ക് നിങ്ങളെ അത് നയിക്കും. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു യുദ്ധം ഉണ്ടാവും. ഒരു രീതിയിൽ പറഞ്ഞാൽ ദൈവവും പിശാചും തമ്മിലുള്ള യുദ്ധം. നിങ്ങളെ കൂടുതൽ ആർ സ്വാധീനിക്കുന്നുവോ അവർ അവിടെ ജയിക്കും. ദൈവം നല്ല കാര്യങ്ങൾ മനസ്സിൽ തരാൻ ശ്രമിക്കുമ്പോൾ പിശാച് ഈവിളായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലിട്ട് തരും. യു ഷുഡ് ബി കെയർഫുൾ. നമ്മൾ ഏറ്റവും കൂടുതൽ കെയർഫുൾ ആയിരിക്കണം. നിങ്ങളുടെ തോട്ട് ലൈഫിലേക്ക്, നിങ്ങളുടെ ചിന്തയിലേക്ക് എന്താണ് കൊണ്ടുചെല്ലുന്നത്. കെയർഫുൾ ടു റീഡ്, വായിക്കുന്ന കാര്യങ്ങൾ, ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ, കാണുന്ന കാര്യങ്ങൾ. ഇത് നമുക്കറിയാം, പ്രോണോഗ്രഫി എന്ന് പറയുന്നത് നമ്മുടെ ചിന്താ മണ്ഡലത്തെ മുഴുവൻ നശിപ്പിക്കുന്ന ഒന്നാണ്. അതെങ്ങോട്ടേക്കാണ് നയിക്കുന്നത്? വ്യഭിചാരത്തിലേക്ക്, ഫോർണിക്കേഷനിലേക്ക്, അത് സ്വയംഭോഗത്തിലേക്ക്, മാസ്റ്റർബേഷനിലേക്കും ഒക്കെ നമ്മളെ നയിക്കുന്നു. നേരത്തെ ഞാൻ എപ്പിസോഡ് ചെയ്തിട്ടുള്ളതാണ്. 2 കൊരിന്ത്യർ 10:4-5 വാക്യങ്ങളിൽ നമ്മുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീയങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളത് തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോട് അനുസരണത്തിനായി പിടിച്ചടക്കി. ഈ സ്ട്രോങ് ഹോൾസിനെ എങ്ങനെ തകർക്കണം
എന്നൊരു എപ്പിസോഡ് നേരത്തെ ചെയ്തിട്ടുണ്ട്, ഈ സീരീസിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് ശ്രദ്ധിക്കുമോ? ദൈവം ഒരിക്കലും നമ്മെ ഹെൽപ്ലെസ് ആയി വിടുകയില്ല. ഹി ഹാസ് ഗിവൺ അസ് പവർ, ഹി ഹാസ് ഗിവൺ അസ് വെപ്പൺ. നമുക്ക് വെപ്പൺസ് തന്നിട്ടുണ്ട്, ആയുധങ്ങൾ തന്നിട്ടുണ്ട്. ഈ എനിമീസ് ആദ്യം നെഗറ്റീവ് തോട്ട്സ് ഒക്കെ മാറ്റിക്കളയുക. നിങ്ങളുടെ ഇച്ഛാശക്തി ഭയങ്കര പ്രധാനമുള്ള വിൽ പവർ, ഇറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. യെശയ്യാ 1:19 നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. ദൈവം നമ്മുടെ ഇച്ഛാശക്തിയെ വയലേറ്റ് ചെയ്യില്ല. നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം തന്നിട്ടുണ്ട്. എന്ത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. തിരഞ്ഞെടുക്കുന്നത് നിങ്ങളാണ്. അതിൻ്റെ ഭവിഷ്യത്തും നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. യെശയ്യാവ് 55:7 ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ. അവൻ അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. ദൈവം ഇവിടെ വിളിക്കുകയാണ്. എന്തുവാണ്? നിങ്ങളുടെ വിചാരങ്ങളെ ഉപേക്ഷിക്കണം. നിങ്ങളുടെ ചിന്തകളെയൊക്കെ മാറ്റണം. മാറ്റിയിട്ട് ദൈവത്തിലേക്ക് വരാനായിട്ട്. നിങ്ങളുടെ വൃത്തികെട്ട ചിന്ത മാറി അവിടെ ദൈവീക ചിന്ത വരണം. ഒരു പിശാചിനെ ഇറക്കി വിട്ട കഥ നമുക്കറിയാമല്ലോ. ഒരു പിശാച് പോയി തിരിച്ചു വന്നപ്പം 7 എണ്ണത്തെ കൊണ്ടുവരുന്നു. അതുകൊണ്ട് മെയിൻറ്റെയിൻ യുവർ ഡെലിവറൻസ് വിത്ത് ദ സ്റ്റഡി ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം പഠിച്ചിട്ട് നിങ്ങളുടെ ഡെലിവറൻസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് നിങ്ങളുടെ മനസ്സിനെ റിന്യൂ ചെയ്യുന്നതാണ് ദൈവവചനം. ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുന്നത്. സത്യം സ്വതന്ത്രരാക്കത്തില്ല. യോഹന്നാൻ 8:32 സത്യം സ്വതന്ത്രരാക്കത്തില്ല. സത്യം അറിയുമ്പോഴാണ് സത്യം സ്വതന്ത്രരാക്കുന്നത്. ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ട്രൂത്ത്. യോഹന്നാൻ 17:17 ദൈവത്തിൻ്റെ വചനം സത്യമാണ്. ഡെവിൾ ഈസ് എ ലയർ ആൻഡ് ഫാദർ ഓഫ് ലയർ. ദൈവം പിശാച് കള്ളനാണ്, അവൻ കള്ളൻ്റെ അപ്പനുമാണ്, കള്ളത്തരത്തിൻ്റെ അപ്പനുമാണ്. ഇന്ന് പലരും പറയുന്നു, ഇങ്ങനെ കേൾക്കുന്നുണ്ട്, എന്നെ പിശാച് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക, തലമുറകളായിട്ടുള്ള ശാപമാണ്, എത്ര പ്രാർത്ഥിച്ചിട്ടും ഉത്തരമില്ല, ഇങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ ജീവിതത്തിലൊരു വ്യത്യാസമില്ല, ഒരു ഡെലിവറൻസ് ഇല്ല. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇങ്ങനെ പറഞ്ഞാൽ എഴുന്നേക്കാനും സാധ്യമല്ല. എപ്പോഴും അനുഗ്രഹം പറഞ്ഞുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ വിചാരങ്ങളിലൊക്കെ അനുഗ്രഹങ്ങൾ വരിക, ചിന്തകളിൽ. ആവർത്തനം 28 ഒരുപാട് അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ നമ്മൾ ഈ ദിവസങ്ങളിലെ സ്പിരിച്വൽ ലോസിനകത്ത് ചിന്തകളുടെ നിയമം, ദ ലോ ഓഫ് തോട്ട് എന്ന് പറയുന്നതിനകത്ത് നമ്മൾ ഈ അനുഗ്രഹം പറയുന്നവരായിരിക്കും, മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കണം. ഗലാത്യർ 5:16 വോക്ക് ഇൻ സ്പിരിറ്റ്, പ്രേ ഇൻ സ്പിരിറ്റ്. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറയുന്നു, ആത്മാവിൽ നടക്കാൻ പറയുന്നു. വേർഡ് ഓഫ് ഗോഡ് ഈസ് സ്പിരിറ്റ് ആൻഡ് ലൈഫ്. ദൈവത്തിൻ്റെ വചനം ആത്മാവും ജീവനുമാണ്. ഈ ദൈവത്തിൻ്റെ വചനമാണ് വന്ന് നമ്മുടെ ചിന്തകളെ മാറ്റേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിലെ ഈ ചിന്ത മാറാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിലല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല. പ്രാർത്ഥനയിലല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല. മർക്കോസ് 9:29. അതുപോലെ യെശയ്യാവ് 10:27 പറയുന്നത്, പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. ദ യോക്ക് ഷാൽ ബി ഡിസ്ട്രോയിഡ് ബിക്കോസ് ഓഫ് അനോയിൻറ്റിങ്. അഭിഷേകത്താലെ നുകം മാറിപ്പോകും. ദൈവത്തിൻ്റെ ഒരു അഭിഷേകമാണ്. മനുഷ്യൻ പറയുന്നത് പോലെ ആകും. എന്ത് പറയുന്നു അതുപോലെ ആകും. ചിന്തയാണല്ലോ പറയിപ്പിക്കുന്നത്. ബാബേൽ ഗോപുരം പണിഞ്ഞപ്പോൾ ഉൽപ്പത്തി പുസ്തകം 11:6 പറയുന്ന, വാട്ട് എവർ ഹി ഇമാജിൻഡ് ഈസ് പോസിബിൾ. അവന് ചിന്തിക്കുന്നതെല്ലാം അവന് പോസിബിളാണ്, ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ചിന്തയുടെ ഒരു ലോ എന്ന് പറയുന്നത്, വാട്ട് യു ആർ തിങ്കിങ് യു ബിക്കം. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ അതുപോലെ ആയിത്തീരും. ഒരു കള്ളൻ മോഷ്ടിക്കാൻ ചിന്തിക്കാതെ മോഷ്ടിക്കാൻ സാധ്യമല്ലല്ലോ, അല്ലേ?
ഒരു കള്ളൻ മോഷ്ടിക്കാൻ പോകുന്നതിന് മുമ്പ് അവൻ ചിന്തിക്കണം, ഐ വാണ്ട് ടു സ്റ്റീൽ, എനിക്കത് സ്റ്റീൽ ചെയ്യണം, മോഷ്ടിക്കണം. അത് മോഷ്ടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അവൻ അത് ചിന്തിക്കാതിരുന്നാൽ അവൻ മോഷ്ടിക്കാൻ പറ്റത്തില്ല. അവിടെ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളായിത്തീരും എന്നുള്ളതാണ്. ഇത് വലിയൊരു പ്രിൻസിപ്പിളാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലെ വാട്ട് യു ആർ ഗോയിങ് ടു ഇമാജിൻ യു ബിക്കം. പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന യങ്ങായിട്ടുള്ള സ്റ്റുഡൻ്റായിട്ടുള്ള 30 വയസ്സിൽ താഴെ നിങ്ങളുടെ ആ ലൈഫിലെ നിങ്ങളൊരു ജോലിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നൊരു സാധനത്തിൽ പ്രവേശിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു തിങ്ക് നൗ ഇറ്റ് സെൽഫ്. നിങ്ങൾ ചിന്തിക്കണം, ഞാൻ ഇന്നത് ചെയ്യും, ഇന്നതാകും. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ദൈവം നിങ്ങൾ കൊണ്ടുതരും. ദൈവവചനം ഉള്ളിലോട്ട് ചെല്ലട്ടെ, വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനം അങ്ങോട്ട് ചെല്ലട്ടെ. അത് ജീവനും ആത്മാവുമാണ്. അതങ്ങോട്ട് ഉള്ളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അത് നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. കുറച്ച് സമയം പ്രാർത്ഥനയിലിരിക്കുക. പ്രാർത്ഥനയിലല്ലാതെ ഇത് മാറിപ്പോകത്തില്ല. പ്രാർത്ഥനയിലിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവം നിങ്ങൾക്ക് ഒരു അഭിഷേകം തരും. നിങ്ങളുടെ എല്ലാ യോക്കും, എല്ലാ നുഖവും നീങ്ങിപ്പോകും, ഡിസ്ട്രോയ് ചെയ്യിപ്പോകും. പുഷ്ടി നിമിത്തം ബൈ അനോയിൻറ്റിങ് ദ യോക്ക് ഷാൽ ബി ഡിസ്ട്രോയിഡ്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ പറയാം, ഞാൻ അനുഗ്രഹിക്കപ്പെടും, എനിക്ക് നല്ലൊരു ജോലി കിട്ടും, എനിക്ക് നല്ലൊരു മാരേജ് കിട്ടും, ഞാൻ ഭവനം വെക്കും. ഈ ലോകത്തിലെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറയാൻ പറ്റും. യെസ്, ഇറ്റ് ഈസ് ദ ലോ ഓഫ് തോട്ട്. നിങ്ങളുടെ ചിന്ത പോലെ നിങ്ങളായിത്തീരും. എല്ലാം നെഗറ്റീവായിട്ട് ഇങ്ങനെ പറഞ്ഞ് എൻ്റെ ജീവിതമൊക്കെ കട്ടപ്പുകയാണ്, ഞാൻ എന്ത് ചെയ്താലും ഒന്നും വരുന്നില്ല, എല്ലാം നാശമാണ്, എന്തുവാ, ഞാൻ പോകുന്നിടത്തെല്ലാം നെഗറ്റീവാണ്, ഇങ്ങനെ ചിന്തിച്ചിരുന്നാൽ ഡെവിൾ ഈസ് എ ലയർ. അവൻ വീണ്ടും ആ ചിന്ത കൊണ്ടുവന്ന് നിങ്ങളെ നശിപ്പിച്ച് കളയുക തന്നെ ചെയ്യും. ഞാൻ ഒരു ലോയെ എന്ന് പറഞ്ഞുള്ളൂ, ദ ലോ ഓഫ് തോട്ട്. ചിന്ത നമ്മളെ നശിപ്പിച്ച് കളയാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചിന്തിക്കുന്നത് എന്താണെന്ന് നമ്മളൊന്നുകൂടെ വിശകലനം ചെയ്യണം. പ്രത്യേകിച്ചും ദുഷിച്ച മാർഗങ്ങളെ ചിന്തിക്കുന്നവർ അവർ താളടിയായി പോവും, അവർ ദുഷ്ടൻ്റെ കൂടെ പോവും, അവരങ്ങനെ പോവും. പ്രത്യേകിച്ച് ചില ആളുകൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങൾ, ഐഡൽ മാൻ ഈസ് ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്ന് പറയും. ആ വെറുതെ ഇരിക്കുന്ന ആളുകൾ, അവർ വെറുതെ ബ്രൗസ് ചെയ്യുകയും വെറുതെ കമ്പ്യൂട്ടറിൽ പോവുകയും വെറുതെ ഇൻ്റർനെറ്റിൽ പോവുകയും ചെയ്യുന്നവർ, അവരുടെ ജീവിതം ഒക്കെ മിക്കവാറും ഒരു കട്ടപ്പുകയായി തീരുന്ന കാണാം. വെറുതെ സമയം വേസ്റ്റ് ചെയ്ത് കളയുന്ന അനേകർ, ഒരു യൂസ്ലെസ് ആയിട്ട് സമയം വേസ്റ്റ് ചെയ്താൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കുക. വാട്ട് ഈസ് ദ പർപ്പസ്? വി ഡോണ്ട് നോ. ആ സ്ക്രോൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു പർപ്പസ്ഫുള്ളായിട്ട് ഒരു കാര്യത്തിലേക്ക് കയറുകയാണെങ്കിൽ, ആ ചിന്ത ആ രീതിയിൽ മാറുകയാണെങ്കിൽ, അവിടെയൊക്കെ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തനവും ദൈവത്തിൻ്റെ വലിയ വീണ്ടെടുപ്പും നമുക്ക് കാണാനായിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ആരെങ്കിലും നെഗറ്റീവായിട്ട് ഡിപ്രസ്ഡ് ആയിരിക്കുന്നില്ല, ഇന്ന് എൻ്റെ കൂടെ പ്രാർത്ഥിക്കണം. ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുകയാണ്, ഈ ലോ ഓഫ് തോട്ട്, ഈ ഡിപ്രഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. ചില ആൾ ഇന്ന് ഡിപ്രസ്ഡ് ആയിരിക്കും, എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയെന്നില്ല, നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ചില ആളിൽ ചില രോഗങ്ങൾ വന്നിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നു. കർത്താവേ, എനിക്കിതിൽ നിന്ന് കയറാൻ പറ്റുമോ എന്ന്. യെസ്, ഞാൻ ജീവനോടിരുന്ന് ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുമെന്ന് ഒരു 10 പ്രാവശ്യം പറ. നീ ജീവനോട് ഞാൻ സൗഖ്യമാകും, യേശുവിൻ്റെ അടിപ്പിണറുകൾ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് 10 പ്രാവശ്യം ഒന്ന് പറ. ദൈവം അവിടെ വലിയൊരു വിടുതലയക്കും, നിൻ്റെ ജീവിതത്തിലൊരു വിടുതലയക്കും. നീ അതിനാണ് ഇന്ന് കേട്ടോണ്ടിരിക്കുന്നത്, നീ അതിനാണ് ഇന്ന് കണക്ട് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ദൈവം നിൻ്റെ തോട്ട് ലൈഫിൽ വലിയൊരു വിടുതൽ കൊടുക്കും. ഹല്ലേലൂയ. ഇന്ന് പലയിടത്തും ഇന്ന് കാണുമ്പോഴേ, സഹോദരിമാരെ കാണുമ്പോഴേ സെക്ച്വലായിട്ടുള്ള തോട്ട്സ് വരുന്ന ചില വ്യക്തികളെ ഇത് കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിനക്കിന്നൊരു വിടുതൽ വരികയാണ്. ആ പൈശാചിക ശക്തികളെ നിന്റെ തോട്ട് ലൈഫ് ബന്ധിച്ചിരിക്കുന്ന ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ പൊട്ടി മാറുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൂപ്പർ മാർക്കറ്റിൽ പോകാനായിട്ട് പറ്റുന്നില്ല, പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല. നിന്റെ തോട്ട് ലൈഫിൽ ഇന്ന് പിടിച്ചിരിക്കുന്ന ഈ വലിയ മറൈൻ സ്പിരിറ്റ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പൊട്ടിമാറുകയാണ്. ദൈവത്തിൻ്റെ ദാസൻ എന്നുള്ള ഉത്തരവാദിത്തത്തിൽ ഞാൻ അവയെ പുറത്താക്കി ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. സ്വഭാവത്തിലെ കർത്താവെ, ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ, വാക്കുകളെ ഏറ്റവും സൂക്ഷ്മതയോടെ വരത്തക്ക രീതിയിൽ കർത്താവെ, നീ ആ മീക്നെസ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വഭാവത്തിൽ ശ്രേഷ്ഠത കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തോട്ട് ലൈഫിനെ കൺട്രോൾ ചെയ്യുവാൻ കർത്താവ് കൃപയൊരുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ചിന്തകൾ ശുദ്ധീകരിക്കപ്പെട്ടാൽ
ഞങ്ങളുടെ ജീവിതം പകുതി ശുദ്ധീകരിച്ചു എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നു. ഹല്ലേലൂയ. ആ ഒരു ചിന്ത ഈ ദിവസങ്ങൾ വരട്ടെ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിനെ നീ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ഏത് രീതിയിൽ ഇത് നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് നിങ്ങൾ എഴുതി അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. തോട്ട് ലൈഫിൽ കൺട്രോൾ ഇല്ലാത്തവരെ ദൈവവചനത്താൽ നിറയ്ക്കുക. ദൈവവചനം ആത്മാവും ജീവനുമാണ്. അതുള്ളിൽ ചെല്ലുമ്പോഴേ എല്ലാ നുകവും പൊട്ടി മാറും. അതുകൊണ്ട് ഈ അറിവ് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ 50% നിങ്ങൾക്ക് റിലീസ് ചെയ്തെങ്കിൽ, പ്രാക്ടിക്കലായിട്ട് ബാക്കിയും കൂടെ നിങ്ങൾ അപ്ലൈ ചെയ്താൽ 100% ഡെലിവറൻസ് ഇൻ ദ തോട്ട് ലൈഫ്. ചിന്താഗതികളിലുള്ള ഡെലിവറൻസ്. ദാറ്റ് ഈസ് ദ ലോ ഓഫ് തോട്ട്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.